യാഗപീഠം, ഓൾട്ടേഴ്സ്. യാഗപീഠം എന്ന് പറയുമ്പം നേരത്തെ ഈ ടോപ്പിക്ക് എടുത്തിട്ടുണ്ട്, പക്ഷേ അത് വേറൊരു തലത്തിലാണ് ഇപ്പോൾ എടുക്കുന്നത്. ഒരേ ടോപ്പിക്ക് നമ്മൾ ആഴത്തിലോട്ട് പോകുമ്പം ടൈറ്റിൽ ഒന്നാണെങ്കിലും അതിൻ്റെ ആഴം വ്യത്യാസമുണ്ട്. അപ്പോൾ യാഗപീഠം എന്ന് പറയുമ്പോൾ നമുക്ക് ഉടനെ ചിന്ത വരുന്നത് തീയാണ്. യാഗപീഠത്തിന്മേൽ തീ കത്താതെ ഒന്നും നടക്കത്തില്ല. പഴയ നിയമകാലത്ത് യാഗപീഠം എന്ന് പറയുമ്പം ഏതൊരു വ്യക്തിയും ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നവർ ഓൾട്ടർ ഓഫ് സാക്രിഫൈസ്, യാഗപീഠത്തിൻ്റെ അടുക്കൽ വന്ന് തനിക്ക് വേണ്ടി അവനവൻ്റെ പാപത്തിനു വേണ്ടി ഒരാട്ടിൻകുട്ടിയോ കാളക്കിടാവിനെയോ അല്ലെങ്കിൽ കുറുപ്രാവിനെയോ കൊണ്ടുവന്ന് യാഗം കഴിച്ച് രക്തം ചൊരിഞ്ഞ് അതിൻ്റെ പിണ്ഡം അല്ലെങ്കിൽ ശരീരം തീ കത്തിച്ച് കരിച്ചിട്ടാണ് ഇവർ തന്നെത്താനെ അവരുടെ പാപങ്ങൾ ദൈവം മൂടിക്കളഞ്ഞു എന്നുള്ള വിശ്വാസത്തിൽ വേണം പ്രാകാരം, വിശുദ്ധം, അതിവിശുദ്ധം, 3 സ്ഥലങ്ങളാണ് ഈ സമാഗമന കൂടാരത്തിനുള്ളത്. അപ്പോൾ ഈ വിശുദ്ധ സ്ഥലത്തേക്ക് കയറുന്നതിന് മുൻപായിട്ട് നമ്മളിങ്ങനെ ഒരു മുറിയ അല്ലെങ്കിൽ ഒരു വലിയ ഹോളാണെങ്കിൽ അത് കയറുന്ന വാതിക്കൽ ഈ യാഗപീഠം വെച്ചിട്ടുണ്ട്. അത് തീ കത്തുന്ന സ്ഥലമാണ്. അത് തീ കത്തിക്കൊണ്ടേയിരിക്കും. തീ കെടാൻ ചിലപ്പോൾ അവർ സമ്മതിക്കത്തില്ല. ചില ക്രിസ്തീയ വിശ്വാസം അല്ലാത്ത ചില സ്ഥലങ്ങൾ നമ്മൾ ചെന്നാലും അവർ കത്തിക്കുന്ന ആ വിളക്കൊരിക്കലും കെടിപ്പിക്കത്തില്ല. പഴയ വീടുകളിൽ, നമ്മുടെ തന്നെ വീടുകളിൽ ഒരു വിളക്ക് എപ്പോഴും കത്തിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ ആരും ചെയ്യാറില്ല. ഈ തീ കത്തിക്കുക എന്ന് പറയുന്ന ഒരു സിംബലിസമാണ്. നമ്മൾ തീ കത്തിക്കൊണ്ടിരിക്കേണ്ടിവരാ. നമ്മളിൽ ഒരിക്കലും അശുദ്ധി വന്ന് പറ്റിയിരിക്കാൻ അനുവാദം കൊടുക്കരുത്. അപ്പോൾ ശുദ്ധമാക്കുന്നിടത്ത് ഒരു യാഗപീഠത്തിൻ്റെ ആവശ്യം ഉണ്ട്. നമ്മൾ ഈ യാഗപീഠത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ വേദപുസ്തകത്തിൻ്റെ ആദ്യ താളുകളിൽ ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ആഗ്രഹം മനുഷ്യരും ദൈവവുമായിട്ട് ഒന്നിച്ച് ജീവിക്കണമെന്നാണ്. അതാണ് പിതാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് പിതാവ് തന്നെ സൃഷ്ടിക്കുന്നതാണെന്ന് ഓർക്കണം. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് ഒരേപോലെ ചിന്തിച്ചിട്ടാണ് ഏദൻ തോട്ടത്തിൽ ആദ്യ അധ്യായത്തിൽ 1:26 നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തിയിൽ മനുഷ്യനെ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു. ഈ മനുഷ്യനെ ദൈവഛായയിൽ സൃഷ്ടിച്ചവൻ ദൈവത്തോടു കൂടെ അപ്പനും മക്കളും എന്നുള്ള ബന്ധത്തിലാണ് ജീവിക്കാനും അവരവിടെ ഒരിക്കലും മരിക്കാനും ദൈവം ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ നിബന്ധനകളുണ്ട്. ഏതൊരു കാര്യം ചെയ്യുന്നതിനും ചില നിയമങ്ങളുണ്ട്. പിന്നെ എല്ലാത്തിനും ഒരു അതിരുമുണ്ട്. നമ്മളൊരു വീട് പണിയണമെങ്കിലും ഒരതിരുണ്ട്. നമ്മൾ ഒരു സ്ഥലം വാങ്ങിച്ചാലും അതിരുണ്ട്. ഒക്കെ പ്രവൃത്തി ചെയ്യുന്നതിനും ഒരതിര് വരച്ചിട്ടാണ് ചെയ്യുന്നത്. അതിരിനപ്പുറത്ത് പോയാൽ പ്രശ്നമാകും. അങ്ങനെ തന്നെയാണ് ദൈവവും ചെയ്തു. ദൈവം സർവ്വത്തിൻ്റെ ഉടമസ്ഥനാണ്. പക്ഷെ മനുഷ്യനതെല്ലാം കൂടി ഉൾക്കൊള്ളാനൊക്കാത്തത് കൊണ്ട് ഒരു തോട്ടമുണ്ടാക്കി ഏദൻ തോട്ടത്തിന് അതിര് വരച്ചിട്ട് അതിനകത്ത് സകല സുഖങ്ങളും കൊടുത്താണ് ദൈവം ആദത്തിനെ ഹവ്വായെയും സൃഷ്ടിച്ചത്. പക്ഷേ അവർക്കത് മനസ്സിലായില്ല. ഈ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോഴുണ്ടല്ലോ, മിസ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ ഒത്തിരി സ്നേഹം, ഒത്തിരി സ്വാതന്ത്ര്യം കിട്ടി, അവർക്കത് പോരാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പിശാച് ദുഷ്ടാത്മാവ് കയറി ചെന്നിട്ട് ദിനംപ്രതി ഉപദേശം കൊടുത്തുകൊണ്ടിരുന്ന് ഹവ്വായിക്കും. ദൈവത്തെ പോലെ ആകണ്ടേ, ദൈവം അല്ലേ, നീ ദൈവമാണോ, ദൈവത്തെ പോലെയാണ്, ഇങ്ങനെ ചിന്തകൾ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവർക്ക് അറിയാമായിരുന്നു ദൈവം ഒരു നിബന്ധന എപ്പോഴും ഓർക്കണം. ഏതൊരു വലിയ കാര്യം ചെയ്യുമ്പോഴും നമുക്ക് റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് കിട്ടുമ്പം അങ്ങേ സൈഡിലൊരു റെസ്പോൺസിബിലിറ്റിയും കൂടെ ഉണ്ട്. ഒരപ്പനാണെങ്കിൽ മക്കളെ നോക്കണം, ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ ബഹുമാനിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, അവർ ഒരു കുടുംബമായിട്ട് ജീവിക്കണം. അതൊരു വേലിക്കെട്ടാണ്. ആ വേലിക്കെട്ടിന് പുറത്തു പോയാൽ കാര്യം ശരിയാകത്തില്ല. അതുപോലെ തന്നെ ഒരു സഭയ്ക്കൊരു വേലിക്കെട്ടുണ്ട്. ആ കെട്ടിനകത്ത് നിൽക്കുമ്പോൾ അവിടെ തന്നെ നിൽക്കണം. അതല്ല അതിന് പുറത്തു പോകണം, യു ആർ ഔട്ട് സൈഡ്. എക്കത്തിനും ഈ വേലി വെക്കുന്നത് ദൈവമാണ്. വേലി പൊളിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഉൽപ്പത്തി നമ്മൾ നോക്കിയപ്പോൾ ഈ ഏദൻ തോട്ടത്തിൽ ദൈവത്തിനെതിരായിട്ട് ആദവും ഹവ്വായും പാപം ചെയ്തതോടുകൂടി പിതാവാം ദൈവം കടന്നു വന്ന് വിളിക്കുകയാണ്. ഇവരെ വിളിക്കുമ്പോൾ അന്ന് അവർ വരുന്നില്ല. എല്ലാ ദിവസവും വൈകിട്ട് ദൈവവും മക്കളുമായിട്ട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ച് ഇന്ന് വരുന്നില്ല. ആദ്യമേ കരഞ്ഞത് ദൈവം തമ്പുരാൻ തന്നെയാണ്. എൻ്റെ മക്കൾ നഷ്ടപ്പെടുന്നു. ഇന്നും ഏതൊരു കുടുംബത്തിലെ ഏറ്റവും വലിയ ദുഃഖം അപ്പനമ്മമാർക്ക് അവരുടെ മക്കൾ നഷ്ടപ്പെടുന്നതാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത തലമുറ നമ്മളെ അറിയുന്നില്ല, കാണണ്ട.
എന്നും പറയും. ഇപ്പോൾ ഈ ഓട്ടിസം ഒക്കെ ഉള്ള പിള്ളേർ അവർക്ക് പലപ്പോഴും അവരുടെ അമ്മയപ്പന്മാരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അത് എന്നതാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എനിക്കറിയാവുന്ന ഒരു ഫാമിലി തന്നെ അവരുടെ മകന് അമ്മ കൊണ്ടുവെക്കുന്ന ഭക്ഷണം കഴിക്കും, പക്ഷേ അമ്മയുടെ മുഖം പോലും കാണാതിരിക്കാൻ ആ വാതിലവർ തുറക്കൂല. അമ്മ പുറത്ത് ഭക്ഷണം വെച്ചാൽ അവർ പോയി കഴിയുമ്പോൾ അവനതെടുത്ത് ഭക്ഷണം കഴിക്കും. അമ്മയെ കാണുന്ന ഇഷ്ടമല്ല. അങ്ങേയറ്റം സ്നേഹിക്കേണ്ട അമ്മമാരെ വെറുപ്പിക്കുന്നത് ഓട്ടിസം, ദുഷ്ടപിശാച് അല്ലാതാരം. കുഞ്ഞുങ്ങൾക്ക് എന്താ അറിയാം? നമ്മളതിന് വശംവദരായിട്ട് അവന് അമ്മമാരങ്ങ് ക്ഷമിക്കും, പക്ഷെ അത് തീർത്തും ദൈവത്തിൻ്റെ അല്ല. അപ്പം ദൈവത്തെ കാണണ്ട എന്നുള്ള ചിന്ത ആദ്യത്തിന് അവ്വായിക്കും വന്നത് പാപം ചെയ്തപ്പോഴാണ്. അവർ കാണാഞ്ഞത് അവർ നഗ്നരായെന്ന് മനസ്സിലാക്കിയിട്ട്, നഗ്നരായെന്ന് മനസ്സിലായത് പാപം ചെയ്തതുകൊണ്ട്. ദൈവത്തിൻ്റെ മഹത്വം, ഗ്ലോറി, കബോർഡ്, ദൈവത്തിൻ്റെ മഹത്വം നമ്മളിന്ന് മാറിപ്പോയി. സോ വി ബിക്കം നേക്കഡ്. ദൈവമഹത്വം എപ്പോൾ നമ്മളിന്ന് മാറുന്നോ നമ്മൾ നഗ്നരാണ്. അവിടെ നിർത്താം. ഇതിനെ ഒത്തിരി പഠിക്കുന്നത് യാഗപീഠത് താവേ നമ്മുടെ നമ്മുടെ ദൈവീക മഹത്വം നമ്മളിന്ന് മാറിപ്പോയിരിക്കുന്നു. കരുണ തോന്നി, കൃപ തോന്നി, മറുത്ത് നിൽക്കുന്ന ആത്മാവിനെ എടുത്തു കളഞ്ഞ് അനുസരണത്തിൻ്റെ ആത്മാവിനെ ഇട്ടുകൊടുത്ത് പരിശുദ്ധാത്മാവ് ആകർഷിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരണം. നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചാൽ കേൾക്കുമല്ലോ. നീ ഒരു പ്രാർത്ഥന, നിൻ്റെ വായിൽ നിന്നൊരു വചനം വരുന്നതിന് മുൻപേ ഞാൻ അതിന് ഉത്തരം തരുമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ആദ്യം അറിയണമല്ലോ. പ്രാർത്ഥിക്കുക, കർത്താവേ നിൻ്റെ ആത്മാവ് ആകർഷിച്ചിട്ടല്ലാതെ ഒരുത്തരും വരത്തില്ല. പിന്നെ പരിശുദ്ധാത്മാ, ഈ പലപ്പോഴും ഈ ചില ബുക്കുകളിലൊക്കെ വായിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, സ്വർഗത്തിൽ എപ്പോഴും കോൺഫറൻസ് കൂടും. പിതാപുത്ര പരിശുദ്ധാത്മ, അവിടുത്തെ വിശുദ്ധന്മാർ 24 മൂപ്പന്മാർ, ദാറ്റ് ഈസ് കോമൺ ദെയർ. ഈ പിതാവാം ദൈവം വിസിറ്റ് ചെയ്യുമ്പോൾ ആ വലിയ ആർഭാടമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ആർഭാടമായിട്ട് ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ, ആ ബുക്കിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ആ മനുഷ്യൻ സ്വർഗത്തിൽ ചെന്ന് മരിച്ചു കഴിഞ്ഞിട്ട് പോയി എന്നാ. അപ്പം ദൈവ വിളിയുള്ള മനുഷ്യൻ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ എങ്ങനെയോ രക്ഷപ്പെട്ട് അപ്പുറത്ത് കയറി ചെന്നു. അവിടെ നോക്കുമ്പോൾ വലിയ റിസപ്ഷനാണ്. എന്താണെന്ന് നോക്കുമ്പോൾ ഇയാൾ അതിശയിച്ച് നിൽക്കുമ്പോൾ പിതാവാം ദൈവം സ്റ്റേജിൽ നിൽക്കുന്നു. ആളുകളെല്ലാം, അവിടെയുള്ള വിശുദ്ധന്മാരെല്ലാം മരിച്ചവർ, അവിടെയുള്ള ആളുകളെല്ലാം ദൈവത്തിനെ കാണാനായിട്ട് അങ്ങനെ ധൃതി പിടിച്ച് സന്തോഷത്തോടെ ഓടുകയാണ്. അപ്പോൾ ഈ മനുഷ്യനും, അപ്പം ദൈവത്തിൻ്റെ എഴുന്നള്ളിപ്പിനൊരു സമയമുണ്ട്. അന്നേരം യേശുക്രിസ്തു എഴുന്നള്ളി വരും. യേശുക്രിസ്തു എഴുന്നള്ളി വരുമ്പം എല്ലാവരും വളരെ ആദരവോടുകൂടിയാണ് നോക്കിയിരിക്കുന്നത്. നമ്മൾ ഈ വർഷിപ്പ് സോങ്സിനകത്ത് ചിലപ്പോൾ ഇംഗ്ലീഷ് സോങ്സിനകത്ത് തന്നെ ഐ ലേ ഡൗൺ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കമന്ന് കിടന്ന് വർഷിപ്പ് ചെയ്യും. അതാണ് ദൈവത്തിന് മുമ്പ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ മനുഷ്യൻ പുതുതായിട്ട് ചെന്നതല്ലേ, അയാൾ നോക്കുമ്പോൾ എല്ലാവരും കമന്ന് കിടന്ന് സ്തുതിക്കുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ നിവർന്ന് നിൽക്കുകയാണ്. അയാൾ അവിടെ നിൽക്കുമ്പോൾ യേശു വന്നിട്ട് രഥം അവിടെ നിന്നു. വ്യക്തമായിട്ട് അയാൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, രഥം അവിടെ നിന്നു. അബ്സല്യൂട്ട് സൈലൻസ് ആണ് സ്വർഗത്തിൽ. നിൽക്കുമ്പോൾ യേശു ക്രിസ്തു അവിടുന്ന് എഴുന്നേറ്റിട്ട് ഈ മനുഷ്യൻ്റെ അടുക്കലേക്ക് നടന്ന് ചെല്ലുകയാണ്. സ്വർഗം നിൽക്കുകയാണ് അവിടെ. ഈ മനുഷ്യൻ്റെ അടുക്കൽ വന്ന യേശു ക്രിസ്തു ഒരു നോട്ടം മാത്രം നോക്കി. അപ്പോഴേ അയാൾക്ക് മുഴുവൻ കാര്യവും മനസ്സിലായി. അയാളോട് ദൈവം നോക്കിയത് എന്താ? പല കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തേണ്ടിയവൻ ഒന്നും ചെയ്യാതെ സ്വർഗത്തിൽ വന്നാൽ എങ്ങനെ നിനക്ക് പ്രതിഫലം കിട്ടും എന്നുള്ള അർത്ഥത്തിലാണ് ഒരു നോട്ടം നോട്ടി. ഉടനെ തന്നെ അയാൾ ആത്മാവിൽ സങ്കടപ്പെട്ട് പറഞ്ഞു, എന്നെ തിരിച്ചു വിടാമെങ്കിൽ ഞാൻ പോയി ചെയ്തോളാമേ എന്ന് പറഞ്ഞു. അങ്ങനെ വിഷ് ഗ്രാൻറ്റഡ്. ഹി കെയിം ബാക്ക് ആൻഡ് ഹി സ്റ്റാർട്ടഡ് ദ മിനിസ്ട്രി ഓഫ് ഹിസ് ഓൺ. അങ്ങനെ നിർബന്ധമായിട്ട് അയാൾ രാവും പകലും പിന്നെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച് അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. ഒരു നോട്ടം പോരെ. സൃഷ്ടാവാം ദൈവം എന്നെയും നിങ്ങളെയും ഒറ്റ ദൃഷ്ടി കൊണ്ട് നോക്കിയാൽ നമ്മുടെ അന്തരാത്മാവ് മുഴുവൻ വായിക്കുന്ന ദൈവത്തിന്, നമ്മുടെ പിക്ചർ മുഴുവൻ മുൻപിൽ കൊണ്ടുവരാൻ കഴിവുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ മറന്നു നടക്കുന്ന കാലം മതിയാക്കണം. ഇന്നത് മതിയാക്കണം. പരിശുദ്ധാത്മാവ് പറയുന്നത്, ദൈവത്തിൻ്റെ യാഗവസ്തുവായിട്ട് നിന്നെ തന്നെ അർപ്പിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന് നിന്നിൽ കൂടെ ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. അപ്പം ദൈവം
ആദ്യമായിട്ട് യാഗം കഴിച്ചത് അല്ലെങ്കിൽ കുരുതി അല്ലെങ്കിൽ രക്തച്ചൊരിച്ചിൽ നടത്തിയത് ഏദൻ തോട്ടത്തിൽ തന്നെയാണ്. കാരണം ആദവും നഗ്നമാന്ന് പറഞ്ഞപ്പോൾ അത്തിവൃക്ഷത്തിൻ്റെ ഇല കൊണ്ട് അവർ തന്നെത്താനെ മൂടി നടന്നു എങ്കിലും അതുകൊണ്ട് നഗ്നത മറയത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ദൈവം ഒരു ആട്ടിൻകുട്ടിയെ ഓരോ ആട്ടിൻകുട്ടിയെ അവിടെ വെച്ച് അറക്കുകയാണ് ചെയ്തത്. രണ്ടുപേർക്കും വസ്ത്രം ഉടുപ്പിച്ച് പറുദീസയിൽ നിന്ന് ഇറക്കി വിടുകയാണ്. ആദ്യമേ രക്തം ചൊരിഞ്ഞത് പറുദീസയിൽ തന്നെയാണ്. ദൈവത്തിന് ഇഷ്ടമായിട്ടാണോ? അല്ല. അതുകൊണ്ടാണല്ലോ പറയുന്നത് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. കർത്താവിന് ദുഃഖമായിപ്പോയി. കർത്താവ് ഒരു മൃഗങ്ങളും അവിടെ ചാകേണ്ട ആവശ്യമില്ല. സിംഹങ്ങളും കരടികളും മനുഷ്യരും മനുഷ്യമക്കളും ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച സ്ഥലം. അങ്ങനെ എല്ലാം ഉണ്ടാക്കി വെച്ചെടുത്തു എന്നാണ് തള്ളപ്പെട്ട ലെവലിൽ അന്ന് തൊട്ട് പുറത്തു ചാടിയ മനുഷ്യൻ ആദം ഹവ്വയെ കുറ്റം പറയുന്നു, ഹവ്വ പിശാചിനെ കുറ്റം പറയുന്നു, പിശാച് പാമ്പിനെ കുറ്റം പറയുന്നു, ഇപ്പോൾ കല്യാണം കഴിച്ചാൽ കുറ്റം പറയുന്നു, കഴിച്ചില്ലേ കുറ്റം പറയുന്നു, ദൈവം നന്മ ചെയ്താൽ കുറ്റം പറയും, ചെയ്തില്ലേ കുറ്റം പറയും, ഒക്കെ കുറ്റം. എന്തെങ്കിലും നന്മ പറയും, എന്തെങ്കിലും നന്മ പ്രാർത്ഥന റിക്വസ്റ്റ് എന്ന് ചോദിച്ചു നോക്ക്. ദൈവത്തിൻ്റെ നന്മകളെക്കുറിച്ച് പറയുന്നതിനെക്കാട്ടി 10 ഇരട്ടി അല്ല 90 ഇരട്ടി ബലഹീനതകൾ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. അല്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ദൈവം എന്നെ നടത്തുന്ന വിധം, അത് പറയാൻ അത് ആർക്കാ കേൾക്കേണ്ടതും. കാരണം എല്ലാവർക്കും മറ്റുള്ളവരുടെ വിഷമം കേൾക്കാനാണ് ഇഷ്ടം. നന്മ കേൾക്കാൻ പരീക്ഷിച്ച് നോക്ക്. നമ്മൾ ദൈവം ചെയ്യുന്ന നന്മകൾ 4 ദിവസം അടുപ്പിച്ച് പറയാമെങ്കിൽ ഉള്ള മനുഷ്യരെല്ലാം നമുക്ക് വിരോധമാകും. ബിക്കോസ് ആത്മീക ജലസി പൊങ്ങി വരും. അത് ഉൾക്കൊള്ളാനൊക്കത്തില്ല. അതിന് ഉൾക്കൊള്ളണമെങ്കിലും തേജസ്കരിച്ച ശരീരം വേണം, നമുക്ക് ആത്മാവ് വേണം. അപ്പം ദൈവം യാഗപീഠത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കത്തിക്കരിയാതെ ഞാനാകുന്ന വ്യക്തി എൻ്റെ ജഡം മുഴുവനും കത്തിക്കരിയാതെ ദൈവത്തിന് പ്രീതിയായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഈ ലോകത്തിൽ ഈ ജഡത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മനുഷ്യൻ മരിക്കൂല. മനുഷ്യൻ്റെ ഈ ജഡത്തെ മരിപ്പിച്ചിട്ട് ആത്മാവിനെ ജീവിപ്പിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പഴയ നിയമത്തിൽ മനുഷ്യനെ തന്നെത്താനെ കുരുതിയരിക്കുന്നതിന് യാഗം കൊടുക്കുന്നതിന് പകരം മൃഗങ്ങളെയാണ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. സങ്കീർത്തനം 118:27-3 പറയുന്നുണ്ട്, യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ടേ കെട്ടുവിൻ. സ്വയമേ ആരും മരിക്കത്തില്ല. പക്ഷേ നമ്മൾ തന്നെ സമ്മതിക്കാമെങ്കിൽ നമ്മളെ കൊണ്ട് യാഗപീഠം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പുറപ്പാടിനകത്ത് 27 പറഞ്ഞിട്ടുണ്ട്. ഓൾട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് 27:1-8 വരെ. അപ്പോൾ ഈ യാഗപീഠത്തിനൊരു 4 സൈഡിലും കൊമ്പുണ്ട്. ഈ കൊമ്പേൽ കയറുകൊണ്ട് പശുവിനെ കെട്ടിവെക്കുന്ന പോലെ നമ്മളെ കെട്ടിവെക്കണം. എന്നിട്ട് വേണേൽ വചനം കേൾക്കാൻ. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ കടന്നു വന്നിരിക്കുക. നമ്മളെ തന്നെ തീ കത്തിക്കാൻ സമയമായി. കർത്താവിൻ്റെ യാഗപീഠം പണിത് കഴിയാൻ ദൈവം നമ്മളെ വിളിച്ചു മാറ്റുന്നു. കർത്താവിന് മുമ്പിൽ തീ കത്തിക്കാതെ, ജഡം കരിക്കാതെ, ആത്മാവ് തീ കത്താതെ ഒന്നും നടക്കത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. യാഗപീഠം, ഓൾട്ടേഴ്സ്, പലതരത്തിലുള്ള ഓൾട്ടർ വേദപുസ്തകത്തിലുണ്ട്. കർത്താവെ, മനുഷ്യൻ ജനിച്ച നാൾ, ഉണ്ടായ കാലം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച നാൾ തൊട്ട് ദൈവം രക്തം ചൊരിഞ്ഞു. രക്തത്തിലല്ലോ ജീവനെന്ന് പറയുന്നു. അങ്ങനെ മനുഷ്യൻ്റെ പാപപരിഹാരമായിട്ട് ആദ്യകാലങ്ങളിൽ മൃഗങ്ങളുടെ രക്തം കൊടുത്തു. അതുകൊണ്ട് പോരാ, പാപം മൂടപ്പെടുക മാത്രമാണ് ചെയ്തത്. എന്നാൽ ഇന്ന് നമ്മളോട് പറയുന്നത് കർത്താവ് ഈ ഓൾട്ടർ സാക്രിഫൈസ്, അതായത് യാഗപീഠത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് നിൻ്റെ പാപങ്ങൾക്ക് പകരമായിട്ട് ഒരു മൃഗത്തെ ബലിയർക്കണം. അത് ഏത് മൃഗത്തെയാണ് ദൈവം തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആട്ടുകൊറ്റൻ, 1 വയസ്സിന് താഴെയുള്ള ആട്ടുകൊറ്റന്, കോലാട്ടുകൊറ്റന്, പിന്നെ കാളക്കിടാവ്, ഊനമില്ലാത്തത്, ബ്ലെമിഷസ് ഇല്ലാത്തത്, ഇങ്ങനെയൊക്കെ പറയുന്ന നിബന്ധനകളുണ്ട്. അതെല്ലാം അനുസരിച്ച് അത് ശരിയാണോ എന്ന് നോക്കിയിട്ടേ പുരോഹിതന് അത് അനുവദിക്കത്തുമുള്ളൂ. വളരെ സ്ട്രിക്റ്റായിട്ട് ചെയ്തൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ പാപവും കറയും കളങ്കവും കൊണ്ടുവന്ന് വയ്ക്കാനൊക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് നിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുമ്പോൾ കുറവുകളുണ്ട് എന്ന് സമ്മതിച്ച്, കർത്താവെ ഞങ്ങളെ തന്നെ യാഗവസ്തുവാക്കി തരാൻ ഞങ്ങൾ സമ്മതിച്ചിട്ട് അടുത്ത ദിവസത്തിലേക്ക് കയറാൻ ഉദ്ദേശിക്കുന്നു. ഇന്നേ ദിവസം യാഗപീഠത്തിൻ്റെ ആദ്യ പാഠം ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവ് ഉന്നതനായ ദൈവം ശുദ്ധീകരിക്കാൻ തയ്യാറായിട്ട് വന്ന് നിൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കണം, എന്നാലേ കാര്യം നടക്കത്തുള്ളൂ. സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി ശുദ്ധീകരിക്കണം. അശുദ്ധിയെല്ലാം കരിഞ്ഞു പോകണം. അതിൽ നിന്ന് നല്ല തിളങ്ങുന്ന മുത്തുകളായിട്ട് പൊങ്ങി വരണം. ദൈവം വിശ്വസ്തൻ തന്നെ. അവൻ്റെ വിശുദ്ധി അടുക്കുമ്പോൾ തന്നെ കരിഞ്ഞു പോകും ഞങ്ങൾ. കർത്താവ്
എൻ്റെ ആത്മാവ് ഞങ്ങളിൽ വ്യാപരിക്കട്ടെ. യാഗപീഠം പണിയാൻ അനുവദിച്ചാട്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങളെ നേർവഴിക്ക് നടത്തി സ്വർഗത്തിലെ അപ്പച്ചൻ്റെ അടുക്കൽ മക്കളായിട്ട് കടന്നു വരാൻ വീണ്ടും വിളിക്കുമ്പം ധൈര്യസമേതം കടന്നു വരുവാൻ ഞങ്ങളെ തന്നെ ബലിയായിട്ട് കൊടുക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചാട്ട്. നാഥൻ അത് ചെയ്തേ പറ്റൂ കർത്താവ്. പുത്രൻ തമ്പുരാൻ പിതാവിൻ്റെ സന്നിധിയിൽ തന്നെത്താനെ യാഗവസ്തുവായിട്ട് ക്രൂശിന്മേൽ കൊടുത്തുവെങ്കിൽ അതിൽ കൂടുതൽ എന്താ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? നാഥൻ്റെ വിശ്വസ്തത ഞങ്ങളുടെ മേൽ പാസ് ചെയ്യട്ടെ കർത്താവെ. തലമുറമേൽ ഇത് ഉന്നതമായ ദൈവത്തിൻ്റെ കൈകൊണ്ട് അവരുടെ ഹൃദയത്തിലും നിൻ്റെ ആത്മാവ് പകർന്ന് സെൽഫ്ലെസ്സായിട്ട് സ്വാർത്ഥതയില്ലാത്ത ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ കർത്താവ്. അത് ചെയ്യാൻ പോകുന്നതിന് നന്ദി. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ ആമേൻ.